വിയ്യൂർ ജയിലിന് മുകളിൽ പറന്നത് എയർക്രാഫ്റ്റ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ്. തലേ ദിവസം രാത്രിയിലും എയർക്രാഫ്റ്റ് സമാന പാതയിലൂടെ പോയിരുന്നു. കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്ന എയർക്രാഫ്റ്റ് ആണെന്നാണ് നിഗമനം. ഇന്നലെ പുലർച്ചെ 1:30യോടെയാണ് എയർക്രാഫ്റ്റ് ജയിലിന് മുകളിൽ 3 തവണ വട്ടമിട്ട് പറന്നത്. ഷഹബാസ് അഹമ്മദ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഷഹബാസ്, ഏറ്റവും പുതിയതായുള്ള കണ്ടെത്തലുകളിൽ എന്തൊക്കെയുണ്ട്? വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് വിയ്യൂർ ജയിലിന് മുകളിലൂടെ ഒരു ഡ്രോൺ പറക്കുന്നു എന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ ഡ്രോൺ 3 തവണ ജയിലിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നു എന്ന വിവരമായിരുന്നു നാട്ടുകാർ പോലീസിന് നൽകിയത്. വിയ്യൂർ ജയിൽ അതീവ സുരക്ഷാ മേഖലയാണ്, അതീവ സുരക്ഷാ ജയിലടക്കം ഉള്ള സ്ഥലമാണ്. ഒപ്പം തന്നെ ഡ്രോൺ നിരോധിത മേഖലയാണ്. ഇങ്ങനെ ഒരു സ്ഥലത്താണ് അർദ്ധരാത്രി ഇങ്ങനെ ഡ്രോൺ 3 തവണ വട്ടമിട്ട് പറക്കുന്നു എന്നൊരു വിവരം നാട്ടുകാർ കണ്ട് പോലീസിനെ വിവരം അറിയിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായൊരു പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത് അതൊരു എയർക്രാഫ്റ്റ് ആണ് പറന്നത് എന്നാണ്. അതായത് കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള എയർക്രാഫ്റ്റ് ആണ്, ചെറിയ എയർക്രാഫ്റ്റ് ആണ്. അത് താഴ്ന്നു പറന്നതാണ്, ഡ്രോൺ പോലെ തോന്നിച്ചത് എന്നൊരു വിവരമാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് പങ്കുവെക്കുന്നത്. അന്ന് തന്നെ 1 മണിക്കും 1:30ക്കും 3 മണിക്കുമൊക്കെ ഈ എയർക്രാഫ്റ്റ് അതുവഴി പാസ് ചെയ്തിരുന്നു. അങ്ങനെ അത് കണ്ടാണ് നാട്ടുകാരടക്കമുള്ളവർ ഡ്രോൺ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പോലീസിൽ വിവരം അറിയിച്ചത്. അതൊരു എയർക്രാഫ്റ്റ് മാത്രമാണ്, വലിയ ദുരൂഹത അതിലില്ല എന്നതാണ് നിലവിലെ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായിരിക്കുന്നത്. തലേ ദിവസവും ഇതേപോലെ എയർക്രാഫ്റ്റ് ഇതേ പാത പിന്തുടർന്ന് പോയിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇതേ സമാനമായ പാതയിലൂടെ ഈ വെള്ളിയാഴ്ച പുലർച്ചെയും എയർക്രാഫ്റ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ അതീവ സുരക്ഷാ മേഖലയിലൂടെ ഡ്രോൺ പറക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വലിയ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വലിയ ദുരൂഹത അതുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ അത് റീൽ ചിത്രീകരണമാണ് എന്നൊരു നിഗമനം വന്നു. രണ്ടാമത് ഈ ജയിലിനുള്ളിലുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ലഹരി എത്തിക്കാനുള്ള നീക്കമാണോ എന്നൊരു സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും അതിൽ വലിയ ദുരൂഹതയില്ല. ആ പറന്നത് ഡ്രോൺ അല്ല, ഒരു എയർക്രാഫ്റ്റ് ആണ് എന്നൊരു വിവരമാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പങ്കുവെക്കുന്നത്.